അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. അള്ളാഹു ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് നമ്മുടെ ഈ ഒരു ചർച്ച. പ്രത്യേകിച്ച് അറിവുകൾ, വ്യത്യസ്തമായ മേഖലയിലുള്ള അറിവ് നേടുക ഒരു മനുഷ്യന്റെ ബാധ്യതയാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് കുടുംബജീവിതം സന്തോഷകരമായി പോവുക ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു മാർഗ്ഗമാണ്. കുടുംബത്തിൽ സന്തോഷം ഉണ്ടാവുക, നിലനിർത്തുക. അതിന് ഒരുപാട് മാർഗ്ഗങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. ഒന്നിച്ച് ഭക്ഷണം കഴിക്കുക, ഒന്നിച്ച് ഖുർആൻ ഓതുക, ഒന്നിച്ച് ദിക്ർ ചെയ്യുക, ഒന്നിച്ച് സലാത്തില്ല, ഒന്നിച്ചിരുന്ന് ദീനീപരമായ കാര്യങ്ങളും സന്തോഷം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ അതിൽ നമുക്കിന്ന് സാറിനോട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം, ഒരു കുടുംബത്തിൽ ഈ കുടുംബം ഇമ്പമുള്ള സന്തോഷം വരുന്നതാണല്ലോ. അപ്പോൾ ഈ ഒരു പുരുഷൻ, പ്രത്യേകിച്ച് പുരുഷൻ തന്നെ എടുക്കാം, പുരുഷൻ സ്ത്രീ ആയാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ അവർ ഒരു പാറിപ്പറന്ന് നടക്കുന്ന ഒരു സന്തോഷത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ നിന്നാണ് വേറൊരു ജീവിതത്തിലേക്ക് വരുന്നത്. അപ്പൊ സാറേ, അപ്പൊ അവിടെ വരുമ്പോഴേ നമുക്ക് ഈ അത് പരസ്പര ഇണകൾ ചിലപ്പം വായിക്കും, എല്ലാം പറിച്ചു കളഞ്ഞിട്ട്, എല്ലാ ബന്ധങ്ങളും മുറിച്ചു കളഞ്ഞിട്ട് എന്റേത് മാത്രം ആവണമെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ട്, ഇല്ലയോ? അപ്പൊ അങ്ങനെ ആ ചിന്തയിൽ നിന്ന് വരുന്ന വലിയൊരു ദുരന്തത്തിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ സാർ അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞ ഒരുപാട്. ഇപ്പൊ നമ്മള് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടി നമ്മുടെ വീട്ടിലോട്ട് വന്നാൽ പിന്നെ അവൾ ആ വീട്ടിലോട്ട് പോകരുത്, എപ്പോഴും പോകേണ്ട കാര്യം എന്തുവാ? പക്ഷെ ആ പെൺകുട്ടി വളർന്ന എവിടെ? നമ്മുടെ വീട്ടിലാണ്. ആ വാപ്പയും ഉമ്മയും ആ സഹോദരന്മാരും ഒക്കെ ആയിട്ട് വളർന്നതാണ്. അപ്പൊ അവരെ എല്ലാം ഒരു ദിവസം കൊണ്ട് മുറിച്ചെടുക്കാനൊക്കത്തില്ല. അതുപോലെ അവരുടെ ബന്ധങ്ങൾ അങ്ങനെ ഒഴിവാക്കാനും ഒക്കത്തില്ല. അപ്പൊ അത് അറിയാതെയാണ് ചില ഭർത്താക്കന്മാര് തിരിച്ചും. ഞാൻ ഒരാളുടെ കാര്യം പെൺകുട്ടികളെ എടുത്തു പറഞ്ഞത്, പെൺകുട്ടി ആ വീട്ടിൽ നിന്ന് മാറുന്നോണ്ട് പറഞ്ഞ. അപ്പോൾ തിരിച്ചും അങ്ങനെയാണ്. അപ്പോൾ ആ ബന്ധങ്ങളൊന്നും നമുക്ക് വെട്ടിമുറിച്ച് കളയാനൊക്കത്തില്ല, ഒരു വിവാഹത്തോടെ ഒന്നും കളയാനൊക്കത്തില്ല. ഭർത്താവിന് സഹോദരിമാരോടുണ്ടാകാം, കല്യാണം കഴിച്ച് പോയ സഹോദരിയാകാം, അല്ലാതെ അപ്പോൾ കല്യാണം കഴിച്ച് ഒരു സഹോദരി പോയി, അവരൊരു വീട് വയ്ക്കുന്നു. അപ്പോൾ ചിലർ ചോദിക്കും, അദ്ദേഹം ഒരു വലിയൊരു തുക അവർക്ക് വീട് വയ്ക്കാനായിട്ട് കൊടുക്കും. അപ്പോൾ ഈ പുതിയതായിട്ട് വന്ന ഭാര്യ പറയും, നിങ്ങളെന്തിനാ ആ സഹോദരിക്ക് ഇത്രയേ കൊടുക്കണ്ടേ, നമുക്ക് വീട് വെക്കണ്ടേ, ഇത്രയൊന്നും പൈസ കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ തമ്മിലുള്ള ഇഷ്ടങ്ങളും അവർ തമ്മിലുള്ള കടപ്പാടുകൾ, ചിലപ്പോൾ ഈ ഇത്തായിരിക്കാം, അല്ലെങ്കിൽ മൂത്ത ഇത്തായിരിക്കാം ഇയാളെ എടുത്തു വളർത്തിയതും ഇയാളെ കൊണ്ടു നടന്നതും ഒക്കെ, അല്ലെങ്കിൽ പഠനത്തിൽ സഹായിച്ചതും ഒക്കെ. അവർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പുതിയതായി വന്ന ഒരാൾ അറിയില്ല. തിരിച്ചും അങ്ങനെയാണ്. അപ്പോൾ പെൺകുട്ടി നമ്മുടെ വീട്ടിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അവിടെ വീടുമായിട്ട് മറക്കാനൊക്കത്തില്ല. ചിലപ്പോൾ മാമായുടെ ആയിരിക്കാം, ചിലപ്പോൾ ഇക്കായുടെ ആയിരിക്കും, ചിലപ്പോൾ വാപ്പായുടെ ആയിരിക്കും, ചിലപ്പോൾ ഉമ്മയുടെ ആയിരിക്കാം. ആ കടപ്പാടുകളെ കുറിച്ച് പുതിയ പങ്കാളിക്ക് അത് അറിയില്ല. അപ്പം അത് അവർക്ക് എടുത്തു കളയാനൊക്കത്തില്ല. അവരുടെ ബന്ധങ്ങളെ ചോദ്യം ചെയ്യരുത്. അവർ കൊടുക്കുന്ന സാമ്പത്തികം ചിലപ്പോൾ കൂടുതൽ കൊടുത്താൽ ആ ബന്ധത്തിന്റെ ആഴമാണെന്ന് മനസ്സിലാകണം. അവിടെ തടയിടരുത്. അവിടെ തടയിട്ടാൽ പിന്നെ അത് ആ ബന്ധങ്ങൾ തുടരാൻ അനുവദിക്കണം. അങ്ങനെ വരിക്കുമ്പോഴേ എന്തുള്ളൂ, ആ ദാമ്പത്യം, എൻ്റെ പങ്കാളി എന്നോടൊപ്പമുണ്ട്, എൻ്റെ വിഷമങ്ങൾ, എൻ്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളാണ് എൻ്റെ പങ്കാളി എന്ന് തോന്നുമ്പോൾ ഒന്നും വേണ്ട. എന്താണ് ചങ്ക് പറിച്ചു കൊടുത്തത്, അല്ലേ? അതാണ് വേണ്ടിയിരിക്കുന്നത്. ഇത് ഏവരും മനസ്സിലാക്കുക. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം സാറേ. കാരണം എന്താ പറയുക, കുടുംബ ബന്ധം ഇസ്ലാമിൽ ഏറ്റവും മർമ്മപ്രധാനമായ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ കുടുംബ ബന്ധം ചേർക്കലാണ്. കുടുംബബന്ധം മുറിക്കലല്ല. കുടുംബബന്ധം മുറിക്കുന്ന വ്യക്തിയെ കുറിച്ച് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ അധികം താക്കീത് നൽകിയിട്ടുണ്ട്. കാരണം അയാളെ ഈ സദസ്സിൽ പോലും, അതായത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന സദസ്സിൽ പോലും അങ്ങനെയുള്ള വ്യക്തികൾ പാടില്ല എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കുടുംബ ബന്ധത്തിലെ ഈ ഇണക്കി ചേർക്കുന്ന കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് വളരെ സന്തോഷമുണ്ട്. അൽഹംദുലില്ലാഹ്, വളരെ വിലപ്പെട്ട അറിവുകൾ നമുക്ക് സാറ് നൽകുന്നുണ്ട്. ഭൗതികമായും ആത്മീയമായുള്ള അറിവ് ഇണക്കി ചേർത്തുകൊണ്ടുള്ള മുന്നോട്ടുള്ള ജീവിതം അത് വളരെ സന്തോഷത്തിലെത്തും. അതാണ് ഞാൻ ആദ്യമേ തുടക്കത്തിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ. അല്ലാഹു തആല നമ്മുടെ ഈ ക്ലാസ്സിനെയും മറ്റുള്ള ഈ ചർച്ചയൊക്കെ ഇരുലോകത്ത് ഉപകരിക്കുന്ന സൽക്കരമായ അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.